ദൈവത്തിന് സ്തോത്രം. മാനവരാശിയുടെ പാപങ്ങൾക്കായിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനായി വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യേശുക്രിസ്തു ദൈവമാണോ എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയായിരുന്നു. പഴയ നിയമത്തിൽ ദൈവമായ യഹോവ അവകാശപ്പെടുന്ന അതേ മഹത്വം പുതിയ നിയമത്തിൽ യേശുക്രിസ്തു അവകാശപ്പെടുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ മറ്റൊരു വചനഭാഗമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുവാൻ പോകുന്നത്. ഇന്ന് വായിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. യെശയ്യാവ് 44 അധ്യായം 6 വാക്യം. ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ, അവൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഇതിനകത്ത് യഹോവ അവകാശപ്പെടുന്നു, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാണ്, ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ല. അടുത്ത വാക്യം നമുക്ക് യെശയ്യാവ് 48:12-13 യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു. ഇവിടെയും യഹോവ പറയുന്നു, ഞാൻ അനന്യനാണ്, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്. അടുത്ത വാക്യം യെശയ്യാവ് 41:4 നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ആർ അത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു? ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അനന്യനുമാകുന്നു. അപ്പോൾ യഹോവ അവകാശപ്പെടുന്ന സവിശേഷതകളിൽ ഏറ്റവും വലുതായി നമ്മൾ കാണുന്നത് ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാണെന്നാണ്. ഇതേ അവകാശം നമുക്ക് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു അവകാശപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിനായി ഞാൻ വായിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം 1 അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ട് പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഈ പറഞ്ഞ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. യേശുക്രിസ്തു ആണോ എന്ന് സംശയമില്ലാത്ത വിധമാണ് കർത്താവ് പറയുന്നത്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. യേശുക്രിസ്തു പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, യേശുക്രിസ്തു അവകാശപ്പെടുകയാണ്, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാണ്. ഞാൻ മരിച്ചവനായിരുന്നു. യേശുക്രിസ്തു മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ ജീവനുള്ളവനായി വീണ്ടും മഹിമയുടെ വലതുഭാഗത്ത് ആ പൂർണ്ണ ശക്തിയോടെ താൻ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യനും അന്ത്യനും എന്ന സവിശേഷത ദൈവത്തിന് മാത്രമേ അവകാശപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് പുത്രനായ യഹോവ. നമുക്ക് വേണ്ടി മരിച്ച് മനുഷ്യപുത്രനെ പോലെ സദൃശനായി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് തൻ്റെ മണവാട്ടിയെ കാത്തിരിക്കുന്നവനായ നമ്മുടെ കർത്താവിനെ, അവനെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് മനസ്സിലാക്കി നമുക്ക് അവൻ്റെ സ്നേഹത്തിൽ മുഴുകി ജീവിക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവ് വചനത്തെ തെളിയിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.